ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ളൊരു ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ലൈൻസ് ആണ്. ഡ്രോയിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈൻസിനെ പറ്റിയാണ് നമുക്ക് അടുത്ത് നോക്കുന്നത്. അപ്പോൾ ലൈൻസ് നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്നാണ് IS കോഡ് യൂസ്ഡ് ഫോർ ലൈൻസ്. ഏതാണ്? IS 10714 ഓക്കെ, നമ്മൾ നേരത്തെ കുറേ IS കോഡുകൾ പഠിച്ചു, അത് ഓർമ്മ വേണം. IS കോഡ്സ് ഒന്നും സ്കിപ്പ് ചെയ്തത് കേട്ടോ. അപ്പോൾ ലൈൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന IS കോഡ് ഏതാണ്? ഇറ്റ് ഈസ് IS 10714 ഇനി നമുക്ക് 10 ടൈപ്സ് ഓഫ് ലൈൻസ് ആണുള്ളത്. നമുക്ക് ഓരോ ടൈപ്പായിട്ട് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ടൈപ്പ് എ. ഓക്കെ, എ ടൈപ്പ് എന്ന് പറയുന്നത്, ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. അതിനെ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് തിക്ക് ലൈൻ. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള തിക്ക് ലൈൻ. സോ നമുക്ക് അതിനെ എങ്ങനെ വരയ്ക്കാം? ഇതാണ് കണ്ടിന്യൂസ് തിക്ക് ലൈൻ എന്ന് പറയുന്നത്. തിക്കായിട്ടുള്ള ഒരു ലൈൻ. ഓക്കെ, ഇതെന്നാണ് എന്താണ്? കണ്ടിന്യൂസ് തിക്ക് ലൈനാണ്. ഇനി ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. വിസിബിൾ ഔട്ട്ലൈൻസ് എന്താണ്? വിസിബിൾ ഔട്ട്ലൈൻസ്, അതുപോലെ തന്നെ വിസിബിൾ എഡ്ജസ്, പ്രിൻസിപ്പൽ ലൈൻസ്, ഇവിടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടിന്യൂസ് തിക്ക് ലൈൻ യൂസ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് യൂസ് ചെയ്യുന്ന പെൻസിൽ ഏതാണ്? H ഗ്രേഡ് പെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബി. ഓക്കെ, അപ്പോൾ ടൈപ്പ് ബി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് തിൻ ലൈൻ. ഇതാണ് കണ്ടിന്യൂസ് തിൻ ലൈൻ. കണ്ടിന്യൂസ് തിൻ ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് തിൻ ലൈൻ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഇമാജിനറി ലൈൻസ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ലൈൻസ് ഓഫ് ഇൻ്റർസെക്ഷനിലുള്ള ഇമാജിനറി ലൈൻസ്, അതുപോലെ തന്നെ ഡയമെൻഷൻ ലൈൻസ്, പ്രൊജക്ഷൻ ഓർ എക്സ്റ്റൻഷൻ ലൈൻസ്, ലീഡർ ലൈൻസ്, പോയിൻ്റർ ലൈൻസ്, ഹാച്ചിങ് ലൈൻസ്, സെക്ഷൻ ലൈൻസ്, ഔട്ട്ലൈൻസ് ഓഫ് റിസോൾവ്ഡ് സെക്ഷൻസ്, ഷോർട്ട് സെൻട്രൽ ലൈൻസ്, ഇവിടെയെല്ലാമാണ് കണ്ടിന്യൂസ് തിൻ ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് ഞാനിവിടെ എഴുതാം. അപ്പോൾ കണ്ടിന്യൂസ് തിൻ ലൈൻ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? ഇമാജിനറി ലൈൻസ്, ഇത് നിങ്ങൾ കാണാൻ പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. ഇമാജിനറി ലൈൻസ് ഓഫ് ഇൻ്റർസെക്ഷൻ, ദെൻ ഡയമെൻഷൻ ഓർ പ്രൊജക്ഷൻ or extension lines, then leader lines, then pointer lines, hatching lines, section lines, outlines of resolved sections, central lines, ഇവിടെ എല്ലാമാണ് നമ്മൾ കണ്ടിന്യൂസ് തിൻ ലൈൻ വരയ്ക്കുന്നത്. കണ്ടിന്യൂസ് തിൻ ലൈൻ നമ്മൾ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന പെൻസിൽ 2H പെൻസിലാണ്. ഓക്കെ അല്ലേ? അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് സി ടൈപ്പ്. ടൈപ്പ് സി ആണ്. ടൈപ്പ് സി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡ് ലൈൻ, അല്ലെങ്കിൽ ഷോർട്ട് ബ്രേക്ക് ലൈൻ എന്നും നമുക്കതിനെ വിളിക്കാം. അപ്പോൾ ഷോർട്ട് ബ്രേക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഷോർട്ട് ബ്രേക്ക് ലൈൻ. ഓക്കെ, ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ പേര് തന്നെയുണ്ട്, ഷോർട്ട് ബ്രേക്ക് ലൈൻസ് വരയ്ക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. ഇനി ടൈപ്പ് ഡി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് തിൻ വിത്ത് സിക്സാഗ് ലൈൻ. ഇതിന് നമ്മൾ ലോങ് ബ്രേക്ക് ലൈൻസ്, എന്താണ് ലോങ് ബ്രേക്ക് ലൈൻസ് വരയ്ക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഒരു ലൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ലോങ് ബ്രേക്ക് ലൈൻസ് വരയ്ക്കാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇതെവിടെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ മെഷീൻ പാർട്ട്, പിന്നെ അത് നമ്മളെവിടെയാണ് യൂസ് ചെയ്യുന്നത് സിവിലുകാർ ഈ ബീം, കോളം, ഇതിൻ്റെ എല്ലാം ഫിഗർ വരയ്ക്കുമ്പോഴാണ് നമ്മൾ കണ്ടിന്യൂസ് തിൻ വിത്ത് സിക്സാഗ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ടൈപ്പ്. ഈ എന്ന് പറയുന്നത് ഡാഷ് തിക്ക് ലൈൻ ആണ്. ഡാഷ് തിക്ക് ലൈൻ.
ഓക്കെ. എഫ് എന്ന് പറഞ്ഞാൽ ഡാഷ് തിൻ ലൈൻ. ഡാഷ് തിക്ക് ലൈൻ എങ്ങനെ ഇരിക്കും? ഇതാണ് നമ്മുടെ ഡാഷ് തിക്ക് ലൈൻ എന്ന് പറയുന്നത്, ആണല്ലോ. ഇതിൽ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് മിക്കവാറും കേസസിൽ ഇറ്റ് ഈസ് 2 to 3 mm ആയിരിക്കും. ആൻഡ് ദ സ്പേസിങ് ബിറ്റ്വീൻ ദീസ് ടു, അതായത് ഈ ഒരു സ്പേസിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1 mm. എത്രയാണ്? 1 mm ആണ് സാധാരണ എടുക്കുന്നത്. ഇനി ടൈപ്പ് എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? ഡാഷ് തിൻ ലൈൻസ് ആണ് അല്ലേ. സോ ഡാഷ് തിൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകും. ഈ ഡാഷ് തിൻ ലൈൻസും ഡാഷ് തിക്ക് ലൈൻസും നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹിഡൻ ലൈൻസ് വരയ്ക്കാനാണ്. എന്തിനാണ്? ഹിഡൻ ലൈൻസ്. അതുപോലെ തന്നെ ഹിഡൻ എഡ്ജസ്, ഇതൊക്കെ വരയ്ക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാഷ് തിക്ക് ലൈനും ഡാഷ് തിൻ ലൈനും നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത് വരുന്നത് ടൈപ്പ് ജി ആണ്. ജി എന്ന് പറയുന്നത് ചെയിൻ ലൈൻ. ചെയിൻ ലൈൻ നിങ്ങൾക്ക് അറിയണ്ട, ഇങ്ങനെ വരയ്ക്കുന്നത്, ഒരു ലോങ് ഒരു ഷോർട്ട് അങ്ങനെ വരയ്ക്കുന്നതാണ് ചെയിൻ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ചെയിൻ തിൻ ലൈൻ എന്നും വിളിക്കാം. ചെയിൻ തിൻ ലൈൻ എന്നും ടൈപ്പ് ജി നമുക്ക് വിളിക്കാം. ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബൗണ്ടറി ലൈൻസ് വരയ്ക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ട്രാജക്ടറീസ്, ദെൻ സെൻട്രൽ ലൈൻ ഒക്കെ വരയ്ക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ചെയിൻ ലൈനാണ്, അല്ലെങ്കിൽ ചെയിൻ തിൻ ലൈനാണ്. ഈ ചെയിൻ ലൈനിൽ ഈ ലോങ് ആയിട്ടുള്ള ഈ ഒരു ലൈന് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമ്മൾ വരുന്നത് അല്ലേ. ലോങ് ആയിട്ടുള്ള ആ ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് സാധാരണ എടുക്കുന്നത് 8 to 20 mm ആണ്. 8 മുതൽ 20 mm. ഇനി ഇതിനിടയിലുള്ള സ്പേസിങ്ങോ, ഈ ഒരു സ്പേസിങ് എല്ലായിടത്തും സെയിം ആയിരിക്കും. അത് നമ്മൾ സാധാരണ എടുക്കുന്നത് 1 mm. ഓക്കെ, 1 mm ആണ് സ്പേസിങ് വരുന്നത്. ഇനി ഈ കുഞ്ഞ് ഡാഷ് ഇല്ലേ, ഈ കുഞ്ഞ് ഡാഷ്, അതിൻ്റെ ലെങ്ത് വരുന്നത് 2 to 3 mm. എത്രയാണ്? 2 to 3 mm ആണ് വരുന്നത്. ഓക്കെ. ദെൻ അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ടൈപ്പ് എച്ച് ആണ്. എച്ചിൽ വരുന്നത് ചെയിൻ തിൻ, തിക്ക് അറ്റ് എൻഡ്സ് ആൻഡ് ചേഞ്ചസ് ഓഫ് ഡയറക്ഷൻ. അതായത് നമ്മൾ പറഞ്ഞ ചെയിൻ തിന്നാണ് അല്ലേ, ചെയിൻ തിന്നാണ്, ബട്ട് തിക്കറ്റ് എന്താണ് ജംഗ്ഷനിലും എഡ്ജസിലും തിക്കാണ്. സോ ഇവിടെ തിക്കാണ്, ഇതാണ് ജംഗ്ഷൻ അല്ലേ. അപ്പോൾ ജംഗ്ഷനിൽ തിക്കാണ്, എഡ്ജസിലും തിക്കാണ്. ഇതാണ് ചെയിൻ തിക്ക് അറ്റ് എഡ്ജസ് ആൻഡ് ചേഞ്ചസ് ഓഫ് ഡയറക്ഷൻ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് സെക്ഷൻ പ്ലെയിൻസ് ഒക്കെ വരയ്ക്കാൻ. എവിടെയാണ്? സെക്ഷൻ പ്ലെയിൻസ്, അതുപോലെ തന്നെ കട്ടിംഗ് പ്ലെയിൻസ് ഒക്കെ വരയ്ക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈപ്പ് എച്ച് ലൈനാണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ജെ ലൈൻ. ജെ ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ചെയിൻ തിക്ക് ലൈനാണ്. ഓക്കെ, ചെയിൻ തിക്ക് ലൈനാണ്. സോ ഇതെന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് വരുന്നത്, പക്ഷേ ഈ ലൈൻസ് എന്ന് പറയുന്നതായിരിക്കും എല്ലാം തിക്കായിരിക്കും. ഇതാണെന്ന് പറഞ്ഞത് ചെയിൻ തിക്ക് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെയിൻ തിക്ക് ലൈൻ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? ലൈൻസ് ഓർ സർഫസസ് വെയർ സ്പെഷ്യൽ റിക്വയർമെന്റ് applies like plating, hardening, etc. സോ നമ്മൾ ചെയിൻ തിക്ക് ലൈൻ യൂസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഒരു സർഫസ് അല്ലെങ്കിൽ ലൈനിൽ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ റിക്വയർമെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് അവിടെ നമ്മൾ പ്ലേറ്റിങ്ങോ ഹാർഡനിങ്ങോ ഒക്കെ കൊടുക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയിൻ തിക്ക് ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കെ ലൈൻ. കെ ലൈൻ എന്ന് പറഞ്ഞാൽ ചെയിൻ തിൻ ഡബിൾ ഡാഷ്ഡ് ലൈൻ. ചെയിൻ തിന്നാണ്, ഡബിൾ ഡാഷ്ഡ് ലൈൻ. അപ്പോൾ ചെയിൻ തിന്ന് ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. അപ്പോൾ ഇതാണ് എന്നെന്ന് പറയുന്നത് നമ്മുടെ ചെയിൻ തിൻ ഡബിൾ ഡാഷ് ലൈൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഔട്ട്ലൈൻസ് ഓഫ്
അഡ്ജസൻറ്റ് പാർട്സിൻ്റെ ഔട്ട്ലൈൻസ് വരയ്ക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് എക്സ്ട്രീം പൊസിഷൻ ഓഫ് മൂവബിൾ പാർട്സ് ആൻഡ് സെൻട്രോയിഡൽ ലൈൻ ഒക്കെ വരയ്ക്കാനാണ് ഏത് ലൈൻ യൂസ് ചെയ്യുന്നത്? ചെയിൻ തിൻ ഡബിൾ ഡാഷ്ഡ് ലൈൻസ് യൂസ് ചെയ്യണം. അപ്പോൾ ലൈൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഇതൊക്കെ പല രീതിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. താങ്ക് യു.